നമസ്കാരം. ലഡാക്കിൽ വൻ ചതിയുമായി ചൈന വീണ്ടും സ്ഥിതിഗതികൾ വഷളാക്കുകയാണ്. ഇന്ത്യയുമായുള്ള സംഘർഷം വർദ്ധിപ്പിച്ച് പാങ്കോങ് തടാകത്തിന് സമീപം ചൈന തന്ത്രപ്രധാനമായ പാലം പ്രവർത്തനക്ഷമമാക്കുന്നു എന്ന വിവരം പുറത്തുവന്നിരിക്കുകയാണ്. പാങ്കോങ് തടാകത്തിന്റെ വടക്കും തെക്കും കരകളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം ചൈന പൂർത്തിയാക്കി പ്രവർത്തനക്ഷമമാക്കിയതാണ് വിവരം. ഈ പാലം ചൈനയുടെ സൈനികരെയും ഉപകരണങ്ങളെയും അണിനിരത്താനുള്ള സമയം കുറയ്ക്കുമെന്ന് പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഏകദേശം 400 മീറ്റർ പാലം ചൈന നിർമ്മിക്കുന്നത് 2022 തുടക്കത്തിലാണ്. യഥാർത്ഥ നിയന്ത്രണ രേഖയുടെ ലഡാക്ക് സെക്ടറിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സൈനിക തർക്കത്തിന്റെ തുടക്കം 2020-ലാണ്. പാങ്കോങ് തടാകത്തിന്റെ തീരത്ത് ഇരുവിഭാഗത്തിന്റെയും സൈനികർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ അടിവരയിട്ട് പറയേണ്ടതാണ്. റിപ്പോർട്ട് അനുസരിച്ച് ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ഡിറ്റക്ഷൻ പാങ്കോങ് തടാകത്തിന്റെ വടക്ക് തെക്ക് കരകളിൽ നിന്ന് പാലത്തിലേക്ക് പ്രവേശിക്കുന്ന റോഡുകളിൽ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന നിരവധി വാഹനങ്ങളും തിരിച്ചറിഞ്ഞു. വാഹനങ്ങളുടെ നമ്പർ, സ്ഥാനം എന്നിവയൊക്കെ ഉപഗ്രഹ ചിത്രങ്ങൾ പകർത്തുന്നുണ്ട്. പാലത്തിനായുള്ള വടക്കൻ ആക്സസ് റോഡിൽ സംശയാസ്പദമായ ഇന്ധന സ്റ്റേഷനിലും വാഹനങ്ങൾ തിരിച്ചറിഞ്ഞു. ഇന്ത്യ അവകാശപ്പെടുന്ന തർക്കപ്രദേശമായ അക്സായ് ചിൻ പ്രദേശത്ത് LACക്ക് സമീപമാണ് പാലം സ്ഥിതി ചെയ്യുന്നത്. 1960 മുതൽ ചൈനയും ഈ പ്രദേശം കൈയടക്കുന്നുണ്ട്. പാലത്തിന്റെ നിർമ്മാണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ആദ്യം പുറത്തു വന്നപ്പോൾ വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യ ഒരിക്കലും തങ്ങളുടെ പ്രദേശത്ത് ഇത്തരം അനധികൃത അധിനിവേശം അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. ബ്ലാക്ക് സ്കൈയിൽ നിന്നുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങൾ കാണിക്കുന്നത് പാങ്കോങ് തടാകത്തിന് ചുറ്റുമുള്ള പ്രദേശത്ത് ചൈനയുടെ സൈന്യം നിർണായകമായ നീക്കങ്ങൾ നടത്തുന്നു എന്നതാണ്. ചൈന സിർജാപ്പിലെ ഒരു പ്രധാന താവളത്തിൽ ആയുധങ്ങളും ഇന്ധനവും സംഭരിക്കുന്നതിന് ഭൂഗർഭ ബങ്കറുകളും കവചിത വാഹനങ്ങൾക്കായി കാഠിന്യമേറിയ ഷെൽട്ടറുകളും നിർമ്മിച്ചതായി റിപ്പോർട്ടുണ്ട്. പാലത്തിന്റെ പൂർത്തീകരണം ഉപകരണങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും സഞ്ചാരത്തിനുള്ള സമയം ഗണ്യമായി കുറയ്ക്കുകയും ചൈനയുടെ ചുറ്റുമുള്ള PLA സൗകര്യങ്ങളെ ബന്ധിപ്പിക്കുന്ന മറ്റൊരു റൂട്ട് നൽകുകയും ചെയ്യുന്നു. ഇത് വളരെ ജാഗ്രതയോടെ വേണം നോക്കിക്കാണാൻ. സംഭവത്തെക്കുറിച്ച് ഇന്ത്യൻ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഔദ്യോഗിക പ്രതികരണമൊന്നും ഉണ്ടായില്ല. എന്നിരുന്നാലും അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ചൈനയുടെ PLA സ്വീകരിച്ച നടപടികളുമായി എതിർത്ത് വിപുലമായ നടപടികൾ ഇന്ത്യൻ പക്ഷം എടുത്തിട്ടുണ്ട് എന്നാണ് വിവരം. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ സൈനികരെയും ഉപകരണങ്ങളെയും അണിനിരത്തുന്നതിൽ ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിക്ക് നിരവധി നേട്ടങ്ങൾ നൽകിയിട്ടുണ്ട്. ശക്തമായ പ്രതിരോധം നിലനിർത്തുന്നതിന് റോഡുകൾ, തുരങ്കങ്ങൾ, മറ്റ് തന്ത്രപ്രധാനമായ ആസ്തികൾ എന്നിവ നിർമ്മിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പാലത്തിന്റെ നിർമ്മാണം വലിയ ജാഗ്രതയോടെ തന്നെ വേണം നോക്കിക്കാണാൻ. തന്ത്രപരമായ പ്രത്യാഘാതങ്ങൾ, വ്യോമാക്രമണത്തിന് സാധ്യതയുള്ള ഈ പാലം മേഖലയിൽ ചൈനയുടെ സൈനിക ശേഷിയെ ഗണ്യമായി ശക്തിപ്പെടുത്തുമെന്നും വിദഗ്ധർ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ഒരു സംഘടനമുണ്ടായാൽ ഒരു തന്ത്രപരമായ നേട്ടം നൽകിക്കൊണ്ട് സൈനികരെയും വിഭവങ്ങളെയും ദ്രുതഗതിയിൽ വിന്യസിക്കാൻ ഇത് അനുവദിക്കുന്നുണ്ട്. ലഡാക്കിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള എയർ വൈസ് മാർഷൽ മൻമോഹൻ ബഹാദൂർ ഈ പാലത്തിന് ചൈനീസ് സൈനിക താവളങ്ങൾക്കിടയിലുള്ള യാത്രാ സമയം 12 മണിക്കൂറിൽ നിന്ന് 4 കുറയ്ക്കാൻ കഴിയുമെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ മെച്ചപ്പെടുത്തിയ കണക്ടിവിറ്റി വേഗത്തിലുള്ള മൊബിലൈസേഷൻ പ്രാപ്തമാക്കുകയും ഭാവിയിലെ ഏത് ഏറ്റുമുട്ടലിന്റെ ചലനാത്മകതയും മാറ്റുകയും ചെയ്യും. ഒന്നുറപ്പാണ്, പാങ്കോങ് തടാക പാലത്തിന്റെ പൂർത്തീകരണം നടന്നുകൊണ്ടിരിക്കുന്ന ചൈന ഇന്ത്യ അതിർത്തി തർക്കത്തിൽ ഒരു സുപ്രധാന സംഭവ വികാസത്തെ തന്നെയാണ് അടയാളപ്പെടുത്തുന്നത്. ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ദൃഢതയും തർക്കപ്രദേശങ്ങളിലെ സ്ഥിതി മാറ്റാനുള്ള സന്നദ്ധതയും ഇത് എടുത്തു കാണിക്കുന്നുണ്ട്. തർക്കം പരിഹരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ തുടരുമ്പോൾ മുന്നിലുള്ള വെല്ലുവിളികളുടെയും സാധ്യതയുള്ള അപകട രീതികളുടെയും ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് ഈ പാലത്തിന്റെ നിലനിൽപ്പ് കാട്ടിത്തരുന്നത്.